നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഓഹ് ബെൻഡോ, എന്താ പറയേണ്ടെന്നറിയില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ കളി കഴിഞ്ഞിട്ടിരുന്ന ആ ഒരു ഇരിപ്പില്ലേ, അതിലുണ്ടെല്ലാം. ഓരോ അൽ നസർ ഫാനിൻ്റെയും ആ സമയത്തെ റിയാക്ഷൻ അതാണ്. 10 സെക്കൻഡ് കൂടി പോയാൽ അൽ നസർ പ്രോ ലീഗ് ചാമ്പ്യന്മാരാകുമായിരുന്നു. അവിടെയാണ് ആ ത്രോയിന്, അത് പിടിക്കാനാണോ പഞ്ച് ചെയ്യാനാണോ എന്തിനാണ് ബെൻഡോ ശ്രമിച്ചതെന്ന് അയാൾക്ക് മാത്രമേ അറിയൂ. പന്ത് നേരെ വീണത് അൽ നസറിൻ്റെ വലയിൽ. അവിടെ ഒരു അൽ ഹിലാൽ പ്ലെയറുമില്ല, ഒരു പ്രഷറുമില്ല. ആ സമയത്താണ് അത് തട്ടി സ്വന്തം വലയിലേക്ക് ഇട്ടത് ബെൻഡോ. വല്ലാത്തൊരവസ്ഥ. വിജയത്തിന് തൊട്ടരികിൽ വെച്ച് ആ വിജയം തട്ടിപ്പറിച്ച് പോയിരിക്കുന്നു. 1-1 സമനിലയാണ് അൽ ഹിലാലുമായിട്ട്. പക്ഷെ ഇവിടെ തീരുന്നൊന്നുമില്ല. അടുത്ത കളി ഡമാക്കിനോട് വിജയിച്ചാൽ അൽ നസറിന് കിരീടം ചൂടാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊരു വല്ലാത്ത അവസ്ഥയായി പോയി. സെലിബ്രേഷന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. CR7 ഒക്കെ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആരാധകരോട് കൂടുതൽ ശബ്ദം ഉണ്ടാക്കാനൊക്കെ പറയുന്നുണ്ട്. കാരണം കളി ജയിക്കുന്നതിൻ്റെ തൊട്ടരികിലെത്തി കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഏതായാലും റിയാദ് ഡെർബി 1-1 സമനിലയിലാണ് അവസാനിച്ചിരിക്കുന്നത്. മത്സരത്തിൽ അൽ നസറിൻ്റെ ഗോള് സിമാക്കൻ്റെ വകയായിരുന്നു. അൽ ഹിലാലിൻ്റെ ഗോള് ബെൻഡോ ആ ഒരു മിസ്റ്റേക്കിലൂടെ സ്വന്തം വലയിലേക്ക് ഇട്ടതാണ്. ഏതായാലും മത്സരത്തിൽ അൽ നസറിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ജാവോ ഫെലിക്സും ക്രിസ്ത്യാനോ റൊണാൾഡോയും സാദിയോ മാനയും കിങ്സ്ലി കോമനും ഒക്കെ ഒരുമിച്ച് അണിനിരന്നപ്പോൾ മറുഭാഗത്ത് സലേം അൽ ദൗസാരിയും കരീം ബെൻസീമയും മിലങ്കോവിച്ച് സേവിച്ചും മാൽക്കവും ഒക്കെ ചേർന്നുകൊണ്ടാണ് അൽ ഹിലാലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 37-ാമത്തെ മിനിറ്റിൽ സിമാക്കലിലൂടെ അൽ നസർ ലീഡെടുത്തു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 1-0 എന്ന രൂപത്തിലാണ്. രണ്ടാം പകുതിയിൽ കളി പുരോഗമിക്കവേ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. കാരണം അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം പരിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഏഞ്ചലോ ഓൾറെഡി ഉണ്ടായിരുന്നില്ല. ബ്രസോവിച്ചിന് പരിക്ക് പറ്റി പുറത്തു പോകേണ്ടി വന്നു. സോ അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ടീമിനെ കുറച്ചുകൂടി ഡിഫെൻസീവിലേക്ക് വലിയേണ്ട ഒരവസ്ഥ വന്നു. രണ്ടാമത്തെ ഗോളിന് വേണ്ടി അത്രയധികം ഒരു പുഷ് നടത്താൻ പറ്റിയില്ല. ഏതായാലും അവസാനം അൽ നസർ വിജയിച്ച് ഇതാ കിരീടം സ്വന്തമാക്കാൻ പോകുന്നു. 10 സെക്കൻഡ് ബാക്കി നിൽക്കുന്നു. ആ ഘട്ടത്തിലാണ് ഈ ഒരു അബദ്ധം ബെൻഡോക്ക് സംഭവിക്കുന്നത്. കിരീടം കയ്യിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്. പക്ഷേ 33 കളി 83 പോയിന്റുമായിട്ട് അൽ നസർ തന്നെ ഒന്നാമത്. അൽ ഹിലാൽ 32 കളി 78 പോയിന്റുമായി നിൽക്കുകയാണ്. ഒരു കളി കുറച്ചാണ് കളിച്ചത്. അത് ജയിച്ചാൽ പോലും അൽ നസറുമായിട്ട് 2 പോയിന്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ദമാക്കിനെതിരെയുള്ള മത്സരം അൽ നസറിൻ്റെ ഈ സീസണിൽ അവസാന കളിയാണത്. ദമാക്കിനെതിരെ മെയ് 21 രാത്രി 11:30 ആ മത്സരം വിജയിച്ചാൽ കിരീടം സ്വന്തമാക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.